ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ പൊസസീവായിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ്, അവരെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ഓവർ പൊസസീവ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് അവരോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ആ ഫീലിങ്സ് ഷെയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നീ ഭയങ്കര പൊസസീവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരിക്കലും ലേബൽ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഗോട്ട് ഇറ്റ്? അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാം, അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത്, ഡിസ്കസ് ദ ബിഹേവിയർ യു ഫീൽ ആർ അൺഅക്സെപ്റ്റബിൾ എന്നുള്ളതാണ്. അതെന്താണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ചില ആളുകൾ പറയും, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകരുത് അല്ലെങ്കിൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യരുത് എന്ന് പറയും. ചിലപ്പോൾ അത് നമുക്ക് ഇഷ്ടമാവത്തില്ല. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അതിലേതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് സംസാരിക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഒന്ന്, ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യുന്നത് അത് വേണ്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്ന സമയത്ത് അതിൽ ഭയങ്കര കൺട്രോളിങ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നിരന്തരം മെസ്സേജ് അയക്കുക, നിരന്തരം വിളിക്കുക, കുറച്ച് സമയം വെറുതെ ഇരിക്കാനേ സമ്മതിക്കത്തില്ല. അങ്ങനെ എപ്പോഴും എവിടെയാണ് എന്താണെന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ ഫോൺ ചെക്ക് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് വന്നത് ചെക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അതൊക്കെ പറയണം. അത്തരത്തിലുള്ള ബിഹേവിയർ എനിക്ക് ഇഷ്ടമാവുന്നില്ല എന്നുള്ളത് തന്നെ പറയണം. പിന്നെ അതുപോലെ തന്നെ ചില ആളുകളുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് എവിടെയാണ് എന്ന് ചോദിക്കുന്ന ആളുകൾ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അങ്ങനെയുള്ള കേസുകളിലും അത് നമ്മൾ ഓപ്പണായിട്ട് പറയണം, ഇതെനിക്ക് അക്സെപ്റ്റബിൾ അല്ല ഇങ്ങനെയുള്ള ഒരു സ്വഭാവം എന്നുള്ളത് പറയുക. അതുപോലെ തന്നെ ചില ആളുകളുണ്ട്, നിങ്ങളെ വിളിച്ചാൽ കിട്ടാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ചെറുതായിട്ട് പിണങ്ങുമ്പോഴേക്കും ഭീഷണിപ്പെടുത്തുന്ന ആളുകളുണ്ട്. നീ വിളിച്ചില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും, ഞാൻ ഇന്നത് ചെയ്യും അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺസ് ഉണ്ട്. അത്തരത്തിലുള്ള നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഞാനിപ്പോൾ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ബിഹേവിയേഴ്സ് എനിക്കിഷ്ടമല്ല എന്നുള്ളത് ഓപ്പണായിട്ട് അവരോട് സംസാരിക്കണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത്, എക്സ്പ്ലെയിൻ ഇൻ യുവർ നീഡ്സ് ഇൻ റിലേഷൻഷിപ്പ്. നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മളെല്ലാം ഒഴിവാക്കണം അങ്ങനെയൊന്നും. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി വരും, അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി വരും, പിന്നെ നമ്മുടെ കൊളീഗ്സ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ അവർ വിളിച്ചു എന്ന് വരാം. അപ്പോൾ ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ, ഇതാണ് എൻ്റെ ലൈഫ്, ഇവരെല്ലാവരും കൂടി ചേരുന്നതാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയാം. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഓപ്പണായിട്ട് അവരോട് സംസാരിക്കുക, ഐ മീൻ ബിഹേവിയേഴ്സ്. രണ്ടാമത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് അവരോട് സംസാരിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫീലിങ്സ് നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ റെസ്പോൺസ് എന്താണെന്നുള്ളത് നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. അല്ലാതെ നിങ്ങൾ എന്നും ഈ ഒരു പൊസസീവ്നെസ് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയല്ല വേണ്ടത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്നത്, ഡിസ്കസ് യുവർ കമ്മിറ്റ്മെന്റ് ടു യുവർ റിലേഷൻഷിപ്പ്. ഐ മീൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരോട് ഓപ്പണായിട്ട് പറയുക, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്നെ മാത്രമാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ പറയുക എന്നുള്ളതാണ്. അത് വ്യക്തമാക്കി കൊടുക്കുക. അത് ഡീപ്പായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഉണ്ട്, ഇപ്പോൾ ഒരു ട്രിപ്പാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ട്രിപ്പുകളിലൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോകുന്നതെങ്കിൽ അതിൽ അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. നിങ്ങൾ കൂടി വന്നോളൂ എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് ചിലപ്പോൾ ഒഴിഞ്ഞു മാറിയേക്കാം, എന്നാലും നിങ്ങൾ ചിലപ്പോൾ ഇൻവൈറ്റ് ചെയ്യുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവരെ എപ്പോഴും ഇങ്ങനെ മാറ്റി നിർത്തുമ്പോഴായിരിക്കും അവർക്ക് ചിലപ്പോൾ ഈ ഓവർ പൊസസീവ് ആവുക, തീരെ അടുപ്പിക്കാതിരിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴൊക്കെ അവരെയും കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള പൊസസീവ്നെസ് ഒക്കെ കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബോയ് ഫ്രണ്ടിന് ഓവർ പൊസസീവ് ആകുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ഇനി ഇതൊക്കെ പറഞ്ഞിട്ടും ആളിൽ ഒരു ചേഞ്ചും വരുന്നില്ലെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരുപാട്
പ്രതിസന്ധികളിലൂടെ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളൊരു ഡിസിഷനിലെത്തുക, ആ വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളതൊക്കെ. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള ഏതെങ്കിലും സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അവരിത് കാണട്ടെ. അവരിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എനിവേ താങ്ക് യു. നമസ്തേ.